Hello everyone. Welcome to Inside Research Analytics Weekly Market Report. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2026 ഏപ്രിൽ 27 മുതൽ 30 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി വലിയ ഉയർച്ചയോ ഇടിവോ കാണിക്കാതെ ചെറിയ നഷ്ടത്തോടെയാണ് അവസാനിച്ചെങ്കിലും മൊത്തത്തിൽ വലിയൊരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു വീക്കായിരുന്നത്. ഗ്ലോബൽ ഡൊമസ്റ്റിക് ഘടകങ്ങൾ മിക്സ്ഡ് ആയി വിപണി വ്യക്തമായ ദിശയില്ലാതെ ഒരു റേഞ്ച് ബോണ്ടായി തുടരുകയാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ കുറയുന്നതും Q4 റിസൾട്ടുകൾ സ്ഥിരത പുലർത്തുന്നതും ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുകയെങ്കിലും പിന്നീട് ക്രൂഡ് ഓയിലിന്റെ വില ഉയരുകയും വിദേശ നിക്ഷേപകർ തുടർച്ചയായി വിൽപ്പന നടത്തുകയും ചെയ്തതോടെ ആ ഒരു നേട്ടങ്ങൾ കുറവുണ്ടായി. കൂടാതെ രൂപയുടെ ദുർബലതയും എക്സിറ്റ് പോൾ പ്രതീക്ഷകളും വിപണിയിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ എല്ലാ ഘടകങ്ങളും ചേർന്ന് വിപണി ഒരു സ്റ്റേബിൾ അല്ലാത്ത ചാഞ്ചാട്ടം നിറഞ്ഞ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. സാമ്പത്തിക രംഗത്ത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളർച്ച മാർച്ചിൽ 4.1 കുറഞ്ഞത് ശ്രദ്ധേയമാണ്. ഫെബ്രുവരിയിൽ 5.2 ആയിരുന്ന വളർച്ച കുറയുന്നത് നിർമ്മാണ മേഖലയിൽ സ്ലോനെസിന്റെ സൂചന ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മൈനിങ്, മാനുഫാക്ചറിംഗ്, ഇലക്ട്രിസിറ്റി മേഖലയിൽ വളർച്ച ഉണ്ടായിരുന്നുവെങ്കിലും മൊത്തത്തിലുള്ള വർധന മുൻ മാസങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. ഇത് ആഭ്യന്തര സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ കുറച്ച് സ്ലോ ഉണ്ടെന്നുള്ള ആശങ്ക ഉയർത്തുന്നുമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അടിസ്ഥാന ശക്തി നിലനിൽക്കുന്നുണ്ടെന്ന് ഇത് വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ചെലവുകളും ഉപഭോഗ ആവശ്യകതയും തുടർന്നാൽ ഭാവിയിൽ വളർച്ചയ്ക്ക് പിന്തുണ ലഭിക്കുകയും ചെയ്യും. ആഴ്ചയിലെ ഇൻഡെക്സ് മൂവ്മെന്റ് പരിശോധിക്കുമ്പോൾ തിങ്കളാഴ്ച വിപണി ശക്തമായ നേട്ടത്തോടെയാണ് തുടങ്ങിയിട്ടുള്ളത്. 3 ദിവസ ഇടിവിന് ശേഷം വാല്യൂ ബൈയിങ് ഉണ്ടായതോടെ സെൻസസ്, നിഫ്റ്റി എന്നിവ ഉയരുകയുണ്ടായി. എന്നാൽ ചൊവ്വാഴ്ച വീണ്ടും നഷ്ടത്തിലേക്ക് നീങ്ങിയ മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെ ജാഗ്രത സൂചിപ്പിക്കുന്നുണ്ട്. ബുധനാഴ്ച വീണ്ടും ശക്തമായ റിക്കവറി ഉണ്ടായി. എന്നാൽ വ്യാഴാഴ്ച വീണ്ടും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ മാറിമറിയുന്ന പ്രവണത വിപണിയിൽ വ്യക്തമായ ട്രെൻഡ് ഇല്ലെന്നതിന്റെ തെളിവാണ്. ആകെ കൂടി നോക്കുമ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ ദിശയിലാണ് വിപണി നീങ്ങിയിട്ടുള്ളത്. ഇത് ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും വെല്ലുവിളിയായ ഒരു സാഹചര്യമായി മാറിയിട്ടുമുണ്ട്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ചൈനയിലെ ഇൻഡസ്ട്രിയൽ കമ്പനികൾക്ക് ശക്തമായ ലാഭവർധന ഉണ്ടായത് ഒരു പോസിറ്റീവ് സിഗ്നൽ ആയിരുന്നെങ്കിലും മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലം എനർജി ചെലവുകൾ ഉയർന്നത് ആഗോള വിപണിയെ ബാധിക്കുന്നുണ്ട്. ജപ്പാനിൽ പലിശ നിരക്ക് സ്ഥിരമായി നിലനിർത്തിയെങ്കിലും ഇൻഫ്ലേഷൻ പ്രവചനം ഉയർന്നതും വളർച്ചാ പ്രവചനം കുറഞ്ഞതും ആശങ്കാജനകമാണ്. തൊഴിലില്ലായ്മയും കുറച്ച് ഉയർന്നിട്ടുണ്ട്. അതേസമയം US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നത് വിപണിക്ക് സ്ഥിരത നൽകുന്ന ഘടകമായി കണക്കാക്കാം. UAE ഒപെക്കിൽ നിന്നും പുറത്തു പോകുന്നതും ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ വിപണി നോക്കുമ്പോൾ ഇന്ത്യൻ ഓഹരി വിപണി ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലാണ്. വലിയ നേട്ടമോ നഷ്ടമില്ലാതെ വിപണി ഒരു റേഞ്ചിൽ നീങ്ങുകയാണ്. എന്നാൽ വോളറ്റൈലിറ്റി വളരെ കൂടുതലുമാണ്. അടുത്ത ആഴ്ചകളിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങൾ ക്രൂഡ് ഓയിലിന്റെ വില, വിദേശ നിക്ഷേപകരുടെ ഫ്ലോ, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ സംഭവവികാസങ്ങൾ കൂടാതെ കമ്പനികളുടെ റിസൾട്ടുമാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇൻവെസ്റ്റേഴ്സ് സൂക്ഷ്മമായ സമീപനം സ്വീകരിക്കേണ്ടതും ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് നല്ലൊരു അവസരങ്ങൾ കണ്ടെത്താനാകുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.